ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ധന്യേഷ് ജിൻഡോസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യേഷ് ജിൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് ലൈവിൽ രാവിലെ മുതൽ ഉച്ച വരെ പറയത്തക്കതായ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെയധികം കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുന്ന ഒരു അവസ്ഥ വരെ വന്നു. എന്നാലും നമ്മുടെ ശ്രീരേഖയെ ബിഗ് ബോസ് വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഒരു പവർ ബെല്ലും പവർ ബോർഡും കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ പണിഷ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഉത്തരവ് എഴുതിയിട്ട് ആ ഒരു പവർ ബെല്ല് അടിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രീരേഖ ഒരു ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട്, കണ്ടസ്റ്റൻസിൻ്റെ ഹൗസ്മേറ്റ്സിനെ എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് വന്നിട്ട് ആ ഒരു പവർ ബോർഡിൽ എഴുതാൻ കുറച്ച് ലെങ്തി ആയിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ റോക്കി പറഞ്ഞു, ചേച്ചി ഇത്ര എഴുതാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല, ആ ഒരു കറക്റ്റ് പറയാനുള്ള കാര്യം മാത്രം എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ശ്രീരേഖ എഴുതിയൊരു കാര്യം, രതീഷിന് ഒരു കണ്ടസ്റ്റൻ്റായി എല്ലാ ഫ്രീഡവും ഉണ്ട്. പവർ റൂം അംഗങ്ങൾ പറയുന്നത് ഉത്തരവുകളാണ്, സോ രതീഷ് അത് അനുസരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ രതീഷ് ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിച്ചോളാം, നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ അനുസരിച്ചോളാം എന്ന് പറയുമ്പോൾ ശ്രീരേഖ ഇനി തിരിച്ചൊന്നും പറയണ്ട, ഞങ്ങൾ എന്താണോ പറയുന്നത് അതങ്ങോട്ട് അനുസരിച്ചാൽ മതി, തിരിച്ചിങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരേഖയും ഇവിടെ പറയും. പക്ഷേ എനിക്ക് ശ്രീരേഖയുടെ ചില സമയത്ത് രതീഷിനോടുള്ള ഒരു അപ്രോച്ച് വെച്ചിട്ട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് ചിലയിടത്ത് എനിക്ക് ഫീൽ ചെയ്തു. ശ്രീരേഖയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട്. എനിക്ക് അത്തരത്തിൽ ഫീൽ ചെയ്തു. പ്രേക്ഷകർക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകളൊന്ന് അറിയിക്കുക. അതിനുശേഷം ശ്രീരേഖ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ശ്രീരേഖ ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഇങ്ങനെ സംസാരിച്ചത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും നമുക്ക് ശ്രീരേഖ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമുക്ക് രതീഷ് കാരണം മറ്റുള്ളവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, അവരെ രതീഷ് സ്വാധീനിക്കുന്നു, നമുക്ക് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ ഫ്രസ്ട്രേഷനും ഡിപ്രഷനും പല മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും ഉള്ളവരൊക്കെയാണ്. അതിനിടയിൽ രതീഷിൻ്റെ ഇങ്ങനെയുള്ള മെൻ്റലിയുള്ള ടോർച്ചറിങ് കാരണം ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ റോക്കിക്ക് കാര്യം മനസ്സിലായി. റോക്കി പറയുകയാണ്, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്, എന്താ നിങ്ങൾ പറയുന്നത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി തുടങ്ങുകയാണ്. അപ്പോൾ ശ്രീരേഖ പറഞ്ഞു, ഞാൻ മുഴുവനും പറയട്ടെ റോക്കി, അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ റോക്കി തിരിച്ചു പറയണം, നിങ്ങൾക്ക് ചിന്തിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ രതീഷിനെ ഞാനൊരു മത്സരാർത്ഥിയായിട്ട് കണ്ടിട്ട് പോലുമില്ല, പിന്നെയല്ല ഈ ഒരു കോൺസെൻട്രേഷൻ കളയാനുള്ള ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇവനെയൊന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നമ്മുടെ ഹൗസ്മേറ്റ്സിനോട് റോക്കി ചോദിക്കുകയാണ്. അപ്പോൾ അപ്സരയൊക്കെ പറയുന്നത് നമുക്കൊരു കുഴപ്പമില്ല, മറ്റുള്ളവരും പറയുന്നുണ്ട് നമുക്കൊരു പ്രശ്നമില്ല, ചിലർക്കൊക്കെ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ ശ്രീരേഖ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അപ്പോൾ സിജോ പറയണേ, ഇവരെ ഞാനൊരു കണ്ടസ്റ്റൻ്റായി കാണുന്നേ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരേഖ പറയട്ടെ, മറ്റുള്ളവർക്കും സ്പേസ് കിട്ടണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ വന്നു നിന്നുകൊണ്ട് അവനവനാണ് സ്പേസ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ ഗെയിം കളിക്കുന്ന 3-4 കണ്ടസ്റ്റൻസിൻ്റെ സ്പേസിനെ എടുത്ത് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ട് ഇരുത്തിക്കൊണ്ട് തനിക്ക് സ്പേസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ സംസാരിക്കുന്നതല്ല, ബിഗ് ബോസ് ഒരു ഷോയാണ്. സോ ഇത്രയും ക്യാമറകൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ശ്രീരേഖ അത് പറഞ്ഞത് തികച്ചും വാസ്തവ വിരുദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്, മറ്റുള്ളവർക്കും സ്പേസ് കിട്ടണമെന്ന്. അപ്പോൾ അപ്സരയും സിജോയൊക്കെ പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ല, ഇയാൾ കാരണം യാതൊരു കോൺസെൻട്രേഷൻ കിട്ടായികയില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്കുണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത്. അതിനുശേഷം ശ്രീരേഖയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ശ്രീരേഖ നേരെ അവിടുന്ന് പ്ലേറ്റ് മാറ്റിയിട്ടുകൊണ്ട് പറയുകയാണ്, ഈ വ്യക്തി കാരണം ഞങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ നഷ്ടപ്പെട്ടു, ലക്ഷറി ബഡ്ജറ്റിലെ പോയിന്റുകൾ നഷ്ടപ്പെട്ടു, കിച്ചണിൽ നിൽക്കുന്ന ആ ഒരു കിച്ചൺ ടീമിന് മാത്രമേ ആ ഒരു പോയിന്റ് നഷ്ടപ്പെടുമ്പോൾ ചുരുക്കമുള്ള ചില സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ സമയത്ത് ഈ പോയിന്റ്സ് നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇത്
അടുത്തൊരു കിച്ചൺ ടീം വരുന്ന സമയത്ത് ഇത്തരത്തിൽ ലക്ഷറി പോയിൻറ്റ്സ് കട്ടാവുമ്പോൾ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതും അവർ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ആ പറഞ്ഞത് ശരിയാണ്, അതിൽ ഞാൻ ന്യായീകരിക്കുന്നു, അതിൽ കുഴപ്പമില്ല. പക്ഷേ മുൻപ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്രീരേഖ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലക്ഷറി ബഡ്ജറ്റിൻ്റെ കാര്യമാണ്, ആ ഒരു പോയിന്റിൻ്റെ കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം ഈ ശ്രീരേഖ നമ്മുടെ റോക്കിയോട് ഈ ലക്ഷറി ലൈഫിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ വരുന്ന സമയത്ത് ലക്ഷറി ആയിട്ട് ജീവിക്കാൻ പറ്റാതിരുന്നാലോ അത്തരത്തിൽ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, എനിക്കത് വ്യക്തമായില്ല ലൈവിൽ. അതിനുശേഷം പറയുകയാണ് നിങ്ങൾക്ക് 7000 സ്ക്വയർ ഫീറ്റ് വീട്ടിലിരുന്നിട്ടുള്ളവർക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള തരത്തിലും പറയുന്നുണ്ട്. അങ്ങനെ റോക്കി പ്രൊവോക്ഡ് ആവുകയാണ്. റോക്കി ശ്രീരേഖയുടെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ വീട് അതിവിടെ പറയേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കി വളരെയധികം റേസ് ആവുന്നുണ്ട്. ശ്രീരേഖ അത് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തിനു പറഞ്ഞു എന്നുള്ളത് എനിക്കും വ്യക്തമായി മനസ്സിലായില്ല. അതിനുശേഷം റോക്കി വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിരുന്ന് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ പ്രധാനമായും ശ്രീരേഖയുടെ വായിൽ നിന്ന് വന്ന വളരെയധികം വിഡ്ഢിത്തം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പച്ച മലയാളത്തിൽ വിഡ്ഢിത്തം എന്ന് തന്നെ പറയാം. എന്താണ് ഒരു ഷോയിൽ വന്ന് നിന്നുകൊണ്ട് പറയേണ്ടത് എന്നതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്ന് മാത്രമേ എനിക്ക് ശ്രീരേഖയുടെ ഈ ഒരു അപ്രോച്ചിൽ നിന്ന് മനസ്സിലായുള്ളൂ. എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ശ്രീരേഖ പറഞ്ഞതിനുള്ള ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വലിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ബട്ടൺ എന്നെ ക്ലിക്ക് ചെയ്യുക.